കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് ഇന്നും നോട്ടീസ് നൽകി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിക്കുന്ന പരാമർശത്തിൽ ആണ് രാജി ആവശ്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെ ബി.ജെ.പി. എംപിമാർ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം പാടില്ലെന്ന കർശന നിർദ്ദേശവുമായി സ്പീക്കർ രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കായികമായ ഏറ്റുമുട്ടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് സ്പീക്കറുടെ വിലക്ക്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ ഭരണഘടനാ ശില്പിയുടെ പേരിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ പോര്, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച ഇന്ന് എങ്ങനെയാണ്? അഭിലാഷേ, അതിനൊക്കെ അപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യക്കുമാകെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പാർലമെന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിലുണ്ടായ സംഭവങ്ങളാകെ കൂടി ആ തരത്തിലേക്കായിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാവുകയും വാക്കേറ്റമുണ്ടാകുകയും അത്യപൂർവ്വ സമയങ്ങളിൽ കയ്യേറ്റമുണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തങ്ങളെ മർദ്ദിച്ചു എന്ന് 2 എംപിമാർ പരാതി ഉന്നയിക്കുന്നു. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരാളുടെ തലപൊട്ടി പുറത്തു വരുന്ന കൃഷ്ണപ്രസാദ് സാരംഗിയുടെ തലപൊട്ടി പുറത്തു വരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ രാജ്യസഭാംഗം തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, തൻ്റെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ ശരീരത്തോട് വളരെ അടുത്തു നിന്നുകൊണ്ട് ആക്രോശിച്ചു എന്ന മട്ടിൽ അവൾ പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ട്രൈബൽ വനിതയെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP പ്രധാനമായും പ്രതിഷേധിക്കുന്നത്. പാർലമെന്റിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് BJP എംപിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മറിച്ച് പ്രതിപക്ഷം ഇന്ന് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് മണികണ്ഠ ഠാകൂർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയുകയും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്ന് പാർലമെന്റ് പൂർണ്ണമായും പ്രക്ഷുബ്ധമാവും എന്നതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പാർലമെന്റ് 11 മണിക്കാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പാർലമെന്റിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണപക്ഷവും പുറത്ത് വിജയ് ചൌക്കിൽ പ്രതിപക്ഷവും തങ്ങൾ എംപിമാർ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പ്രതിഷേധമെങ്കിൽ മറുഭാഗത്ത് അമിത്ഷായ്ക്കെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഭരണപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന 2 എംപിമാരെ രാഹുൽ ഗാന്ധി കായികമായി നേരിട്ടു. രാഹുൽ ഗാന്ധി ഗുണ്ടായിസം കാണിക്കുകയാണ് എന്നുള്ള ആരോപണം എംപിമാർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ എംപിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തന്റെ സ്ത്രീത്വത്തെയും ആത്മാഭിമാനത്തെയും അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പെരുമാറി എന്നുള്ള പരാതി ഉന്നയിച്ചത്. ഇന്ത്യയുടെ ഒരു ട്രൈബൽ വുമണിനെ, ഒരു ആദിവാസികളുടെ മകളെ അപമാനിച്ചു. ആ തരത്തിലേക്കുള്ള ആരോപണമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് ബി.ആർ. അംബേദ്കറെ അപമാനിച്ചു ഭരണപക്ഷം അമിത്ഷായും BJPയും എന്ന് ആരോപിക്കുമ്പോൾ, മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ നേതാവ് ഒരു ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ എം പി അപമാനിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഏത് തരത്തിലായാലും ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന, പുറത്തു കേട്ടാൽ ഇന്ത്യക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് പാർലമെന്റിൽ നടക്കുന്നത്. ഇന്നും അതിന്റെ തുടർച്ച ഉണ്ടാവാൻ തന്നെയാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതാണ് പാർലമെന്റിൽ കനത്ത പ്രതിഷേധം ഇന്നും ഉയരുക തന്നെ ചെയ്യും. അതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. രാവിലെ മുതൽ പാർലമെന്റ് പരിസരത്ത് വിജയ് ചൌക്കിൽ അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നു. ഭരണപക്ഷവും രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇന്നത്തെ ഈ ശൈത്യകാല സമ്മേളനത്തിന് തിരശ്ശീല വീഴുന്ന ദിനം കൂടിയാണിന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിരൺ, കാര്യമായ സഭാ നടപടികളിലേക്ക് കടക്കാൻ ഇന്ന് സാധിക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ശൈത്യകാല സമ്മേളനം തുടങ്ങിയ ഘട്ടം മുതൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. ആദ്യം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അദാനിക്കെതിരായ
കേസ് വരുന്നത്. ഈ വിഷയത്തിൽ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട പാർട്ടികളുമെല്ലാം പ്രതിഷേധമുയർത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ബ്ലോക്കിനകത്ത് വലിയ വിള്ളലുകൾ വീണു. ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, ഈ രണ്ട് പാർട്ടികളും എതിർപ്പ് അറിയിക്കുകയും ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ താൻ സന്നദ്ധയാണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഇന്ത്യ ബ്ലോക്ക് തന്നെ ഒരു തകർച്ചയുടെ വക്കിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സമയത്ത് മമതാ ബാനർജിക്ക് പിന്തുണയുമായി ശരത് പവാറിനെ പോലെ ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അംബേദ്കർ വിവാദമുണ്ടായതോടുകൂടി തൃണമൂൽ കോൺഗ്രസും SP-യും വീണ്ടും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ്. ഇന്നലെ രാവിലെ വരെയും തൃണമൂൽ കോൺഗ്രസ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP സുഗതാ റോയ് ഒപ്പിട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസും ഇന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. അമിത്ഷായെ ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ ബ്ലോക്ക് പ്രധാനമായും നടത്തുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. പാർലമെന്റ് കവാടത്തിൽ വെച്ച്, പ്രധാന കവാടമായ മഗർദ്വാറിൽ വെച്ച് BJP MP-മാർ ഒരു ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്നു. ഇന്ത്യ ബ്ലോക്കിലെ MP-മാർ മറുഭാഗത്തു നിന്ന് വരുന്നു. ഇന്ത്യ ബ്ലോക്കിലെ MP-മാരെ തടഞ്ഞുകൊണ്ട് BJP MP-മാർ നിൽക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ രണ്ട് BJP MP-മാർ മറിഞ്ഞു വീണുവെന്നും ഒരു BJP MP-യുടെ തലപൊട്ടിയെന്നും, തലപൊട്ടിയ BJP MP പുറത്തേക്ക് വന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധി മറ്റൊരു MP-യെ പിടിച്ചു തള്ളി. ആ MP തന്റെ ദേഹത്ത് വന്നു വീണാണ് തന്റെ തലപൊട്ടിയെന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ നിന്നുള്ള BJP MP തന്നെ രാഹുൽ ഗാന്ധി മർദ്ദിച്ചു എന്ന പരാതി ഉന്നയിക്കുന്നു. ഇതിലൊക്കെ ഗൗരവമായ മറ്റൊരു വിഷയം, ഈ സംഘർഷത്തിനിടയിൽ തന്റെ ശരീരത്തോട് വളരെ അടുത്ത് വന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ആക്രോശിച്ചുവെന്നും തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും തന്റെ ആത്മാഭിമാനത്തെ അവമാനിക്കുന്ന രീതിയിലും സംസാരിച്ചു എന്ന പരാതി രാജ്യസഭയിൽ ഉന്നയിച്ചത് രാജ്യസഭാംഗം കൂടിയായ നാഗാലാൻഡിൽ നിന്നുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ MP-യാണ്. അത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മറ്റ് രണ്ട് MP-മാരുടെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇരുവരെയും തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് BJP-യിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാവായ അനുരാഗ് താക്കൂറിന്റെ നേതൃത്വത്തിൽ തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിക്കെതിരെ FIR എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് പരാതി നൽകുന്നു. വധശ്രമത്തിന് കേസെടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ വധശ്രമം എന്നുള്ള ആവശ്യം ഒഴികെ മറ്റ് ആവശ്യങ്ങളെല്ലാം, മറ്റ് പ്രധാനപ്പെട്ട പരാതിയിലെ കുറ്റാരോപണങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് FIR എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനുള്ളിൽ വെച്ച് മറ്റ് ഭരണപക്ഷത്തെ രണ്ട് MP-മാരെ മർദ്ദിച്ചു എന്ന കേസിൽ പോലീസിലേക്ക് പരാതി നൽകുന്നതും പോലീസ് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ കായികമായ ആക്രമണം നടത്തിയെന്ന് കേസെടുക്കുകയും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കായികമായ ആക്രമണം നടത്തി, ഗുണ്ടായിസ് നടത്തി എന്ന് കാണിച്ചുകൊണ്ട് BJP MP-മാരാകെ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇവിടെയെല്ലാം ഒരു പക്ഷം പറയുന്നു രാഹുൽ ഗാന്ധി ആക്രമിച്ചുവെന്ന്. കോൺഗ്രസ് പൂർണ്ണമായും ഇതിനെല്ലാം നിഷേധിക്കുകയും അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെയും BJP-യുടെയും ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. CCTV അടക്കം പാർലമെന്റിന്റെ മുക്കിലും മൂലയിലും ക്യാമറകൾ ഉള്ളതാണ്. ശബ്ദമടക്കം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകൾ പാർലമെന്റിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അഖിലേഷ് യാദവ് പ്രതികരിക്കുകയാണ്. समय समय पे कमजोर करने का काम करती है। सर, कल की घटना को लेकर राहुल गांधी पर FIR दर्ज की गई। भारतीय जनता पार्टी की चाल हम आपको सबको समझना पड़ेगा। भारतीय जनता पार्टी के लोग सबसे पहले अनकॉन्स्टिट्यूशनल काम करते हैं, अन्याय करते हैं। जब आप उनके पक्ष में खड़े होते हैं, जिनके साथ अन्याय हुआ है, तो आप पर झूठे मुकदमे लगाते हैं। ये पहली बार नहीं हो रहा है, ये लगातार देख रहे हैं। ये भारतीय जनता पार्टी की स्ट्रेटजी है कि पहले वो गलत काम करते हैं, जब आप उसका विरोध करते हैं तो प्रशासन से, शासन से आप पर झूठे मुकदमे लगाते हैं। जो हमारे फर्रुखाबाद के सांसद हैं, वो सर्टिफिकेट से सांसद बने हैं, उन्हें जनता ने नहीं जिताया है। हम तो उनसे कहेंगे कि अगर उन्हें इलाज के लिए कोई डॉक्टर चाहिए तो हमारे डॉक्टर फर्रुखाबाद के जो हारे हैं उनसे भी इलाज करा सकते हैं। अगर उन्हें ज़रूरत हो तो हम फर्रुखाबाद से जो डॉक्टर हैं नवल किशोर, उन्हें बुला करके इन्हें दिखवा सकते हैं। उन्हें अपने शब्द वापस लेने चाहिए और बाबा साहब भीमराव अंबेडकर जी का अपमान नहीं करना चाहिए। थैंक यू सो मच। ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഇതിൽ കിരൺ, ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സംഭാലിലെ പ്രതിഷേധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദാനിക്കെതിരെ പ്രതിപക്ഷം കോൺഗ്രസ് രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു.
പക്ഷേ പല വിഷയങ്ങളിലും പ്രതിപക്ഷം തന്നെ ചിതറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദാനി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കർ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ, സഭയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. ആ നിലയിൽ കൂടി ഈ പ്രതിഷേധം എത്രത്തോളം ശക്തമാകുന്നുണ്ട്? അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദാനി വിഷയം വന്നപ്പോഴാണ് പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടായത്. അത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്ക് തന്നെ ദുർബലമാകുന്നു, കോൺഗ്രസ് ഒറ്റപ്പെടുന്നു എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് വരെ വഴിതെളിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് അംബേദ്കർക്കെതിരെയുള്ള പരാമർശം വരുന്നത്. പ്രതിപക്ഷം കോൺഗ്രസ് അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അംബേദ്കർ എന്ന് ആവർത്തിച്ചു പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേനെ എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഇതിനെതിരെയാണ് അതിശക്തമായ രീതിയിൽ പ്രതിപക്ഷ രംഗത്ത് വന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്നതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞു, അമിത്ഷായുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുയർത്തി. ഈ പ്രതിഷേധം കനത്തോടുകൂടിയാണ് ഇന്ത്യ ബ്ലോക്കിൽ വീണ്ടും ഐക്യം രൂപപ്പെട്ടത്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു, ഇന്ത്യ ബ്ലോക്കിൽ നേരത്തെ അദാനി വിഷയത്തിലടക്കം മാറി നിന്നിരുന്ന SP നേതാവ് അഖിലേഷ് യാദവ് അടക്കം അംബേദ്കർ വിഷയത്തിൽ അംബേദ്കറെ അപമാനിക്കുന്ന നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചതെന്നും അമിത്ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് ഒന്നായിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും മാറി നിന്നാണ്. തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സമരത്തിൽ നിൽക്കുകയാണ്, അതിശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ അംബേദ്കർ വിഷയത്തിൽ അതിശക്തമായ രീതിയിലേക്കുള്ള വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ അത്യസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പാർലമെന്റിനുള്ളിൽ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഉള്ള വാക്കേറ്റം, കയ്യാങ്കളിയിലൊക്കെ എത്തുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർലമെന്റ് നടപടികൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ സൗഹൃദത്തോടെ പിരിയുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ഒരു സൗന്ദര്യം എന്ന് പറയാവുന്ന ഏറ്റവും മഹത്തായ ഒരു രീതി പിന്തുടരുന്നത്. പാർലമെന്റിനുള്ളിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബഹളം വെക്കുകയോ അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും അവരുടെ കൈവിട്ടുപോയി കയ്യാങ്കളിയിൽ എത്തുകയും ഒക്കെ ചെയ്യുന്ന Till he apologizes, Amitsha apologizes, we will continue this even after disbursement in the house, because he is playing dirty politics. It's a shame for the entire country. So on behalf of IUML also, we have said, we categorically say that he must apologize. That is our demand. That is the only demand. എന്തായാലും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് എന്നാണ് പോകുന്നത്. രാജ്യത്തെ അപമാനിക്കുന്നു, പ്രതിപക്ഷത്തെ അപമാനിക്കുന്നു, ഇതിന് ക്ഷമാപണമുണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ IUMLന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് കിരൺ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ മറ്റു വിഷയങ്ങളിൽ ഭിന്നിച്ചാണ് നിന്നിരുന്നത് എങ്കിൽ പോലും ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ആ പരാമർശത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യം, അതിന് ശേഷമുണ്ടായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എതിരായ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾ, ഇതിലെല്ലാം പ്രതിപക്ഷം ഒറ്റക്കെട്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ വിജയ് ചൗക്കിലൂടെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇനി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് സമയം ശേഷിക്കുന്നത്. വിജയ് ചൗക്കിൽ നിന്ന് പ്രകടനമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിലേക്ക് പുറപ്പെടുന്നത്. അതേസമയം ഭരണപക്ഷാംഗങ്ങൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളടക്കം JP നദ്ദയെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട്. കിരൺ, അതെ, അതുതന്നെയാണ്. ഇന്ന് പാർലമെന്റ് അത്യന്തം പ്രക്ഷുബ്ധമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ FIR എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു വനിതാ MPയെ അപമാനിച്ചു എന്നുള്ള പരാതി ഭരണപക്ഷം ഉയർത്തുന്നു. ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രത്യേകമായി ഉന്നമിട്ട് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയരുന്നത്. ഭരണപക്ഷം അംബേദ്കർ വിവാദം ഉയർത്തുമ്പോൾ ഇന്ത്യയിലെ അംബേദ്കർ വിവാദത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് അടക്കുമ്പോഴുണ്ടാകുന്ന ഇന്ത്യയിൽ ഒരു ദളിത് വോട്ട് ബാങ്കിലടക്കമുണ്ടാകുന്ന സ്വാധീനം അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നെങ്കിൽ മറിച്ച് അതേ നാണയത്തിൽ തന്നെ മറിച്ച് ഒരു ആരോപണം കൂടി ഉയരുന്നു. ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ MPയെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നുള്ള ആരോപണമാണ് ഭരണപക്ഷം പ്രധാനമായി ഉയർത്തുന്നത്. അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള BJPയുടെ നാടകമാണ് ഇന്നലത്തെ ഈ അക്രമത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്നതും വനിതാ MP പരാതി ഉന്നയിച്ചു എന്ന് പറയുന്നതാണ് പ്രധാനമായും കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മറുപടിയായി നൽകുന്നത്. എന്തായാലും കോൺഗ്രസും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം. ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ പാർലമെന്റിലേക്ക് പ്രതിഷേധം
നയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ അതീവ സുരക്ഷാ വലയത്തിൽ ആണ് പാർലമെന്റ് കവാടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഏറെ നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു പാർലമെന്റ്. പ്രത്യേകിച്ച് ഭരണപക്ഷത്ത് നിന്നുള്ള MP-യെ മർദ്ദിച്ചു എന്നതടക്കം, തള്ളിയിട്ടു എന്നതടക്കമുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് നേരിടുന്ന സാഹചര്യം, രാഹുൽ ഗാന്ധി നേരിടുന്ന സാഹചര്യം ഇപ്പോൾ വിജയ് ചൌക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പഴയ പാർലമെന്റ് മന്ദിരം ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ത്യ ബ്ലോക്ക് ഒന്നടങ്കം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നീല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആയിരുന്നു, നീല പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു പാർലമെന്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയതെങ്കിൽ ഇന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നേറുന്ന പാർലമെന്റ് സമ്മേളനത്തിലേക്ക് പോകുന്ന നേതാക്കളെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം ആണ് പാർലമെന്റിന് മുന്നിൽ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇതിലേറെ വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകും. ലോക്സഭ രാജ്യസഭാ നടപടികൾ ആരംഭിക്കാൻ ഇനി 20 മിനിറ്റിൽ താഴെ മാത്രമാണ് സമയം ശേഷിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. വലിയ പ്രതിഷേധം ഇതാണ് കിരൺ. പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, അംബേദ്കറിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ആവർത്തിക്കുന്നു. അതെ, അത് തന്നെയാണ്. എന്തായാലും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പൂർണ്ണമായും പ്രക്ഷുബ്ധമാകും. മറ്റ് സംഭവങ്ങളിലേക്കടക്കം നീങ്ങാൻ ഉള്ള സാധ്യതകൾ പോലും നമുക്ക് തള്ളിക്കളയാനാവില്ല. അത്തരത്തിലേക്കാണ് ഇന്നലെ പാർലമെന്റിൽ നടന്നത്. സാധാരണഗതിയിൽ പാർലമെന്റിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെല്ലാം വളരെ വ്യത്യസ്തമായി, അത്യസാധാരണവും ഇന്ത്യക്കാകെ നാണക്കേട് എന്ന് പറയാൻ കഴിയുന്ന, ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിന് തന്നെ നാണക്കേട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. കായികമായി പാർലമെന്റ് ഹാളിന് പുറത്തുവച്ച് പ്രതിപക്ഷ നേതാവ് 2 MP-മാരെ ആക്രമിച്ചു, ഒരാളുടെ തല പൊട്ടിയെന്ന് MP-മാർ തന്നെ പരസ്യമായി പറയുന്നു. ആ വിഷയത്തിൽ അവർ പോലീസിൽ കേസ് കൊടുക്കുന്നു. പോലീസ് പ്രതിപക്ഷ നേതാവിനെതിരെ FIR എടുക്കുന്നു. ഒരു വനിതാ MP തന്നെ അപമാനിച്ചു, തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു, തന്റെ ശരീരത്തോട് വളരെ ചേർന്ന് നിന്ന് തന്നോട് ആക്രോശിച്ചു എന്നെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി ഉന്നയിക്കുന്നു. ആ പരാതി രാജ്യസഭയിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അതും പോലീസ് കേസായി മാറിയാൽ അതും മറ്റൊരു തരത്തിലേക്കുള്ള വിവാദത്തിന് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെ ബോധപൂർവമായ നാടകങ്ങളാണ് ഇതെല്ലാം എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. മല്ലികാർജുൻ ഖർഗെ പോലെ 82 വയസ്സുള്ള ഇന്ത്യൻ പാർലമെന്റിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ മല്ലികാർജുൻ ഖർഗെ ഭരണപക്ഷ MP-മാർ ഉന്തിലും തള്ളിലും പെടുത്തി താഴെ വീഴ്ത്തുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പാർലമെന്റ് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു, മറുഭാഗം ഈ ആക്രമണ വാർത്തകൾ പൂർണ്ണമായി നിഷേധിക്കുകയും തങ്ങളുടെ പക്ഷത്തുള്ളവരെയാണ് ആക്രമിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതിലിപ്പോഴും ആളുകൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്, പാർലമെന്റിന്റെ മുക്കിലും മൂലയിലുമെല്ലാം തന്നെ വീഡിയോ സംവിധാനങ്ങളുള്ളതാണ്. അവിടെ ദൃശ്യങ്ങൾ മാത്രമല്ല, അവിടുത്തെ ശബ്ദമടക്കം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ സംവിധാനങ്ങളുണ്ട്. ഈ വീഡിയോ സംവിധാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് അവിടെ നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നോ ഇല്ലെന്നുള്ള ഒരു വിശദീകരണം ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ ആ തരത്തിൽ കായികമായി ഭരണപക്ഷ MP-മാരെ ആക്രമിച്ചുവെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ്. ഒരു പ്രതിപക്ഷ നേതാവ് കായികമായി മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെങ്കിൽ അതും ഇന്ത്യക്ക് തന്നെ നാണക്കേടായ ഒന്നാണ്. ഇനി അതല്ല, മറിച്ച് ഈ വിഷയത്തിൽ നിന്ന്, അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ബോധപൂർവം BJP-യും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ വേണ്ടി ഇത്തരത്തിലേക്കൊരു കേസും അപവാദങ്ങളും പറയുകയാണെങ്കിൽ അതിൻ്റെയും സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇതെല്ലാം പുറത്തു വരാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരിക എന്നത് തന്നെയാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള പരിശോധനയോ അത്തരത്തിൽ പരിശോധിച്ചിട്ട് എന്താണ് അതിലുള്ളത് എന്ന് കണ്ടെത്തുകയോ അത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്പീക്കറുടെ ഭാഗത്തു നിന്ന് അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ ശരിക്കും സംഘർഷാന്തരീക്ഷത്തിലേക്ക് തന്നെ, തെരുവിലൊക്കെ എങ്ങനെയാണോ സമരം ചെയ്യുന്നത് ആ അത്തരം ഒരു സംഘർഷാവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് ഭരണപക്ഷ MP-മാർ കൂട്ടം കൂടി നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ജാഥയായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷവും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, അമിത്ഷാ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരും
പ്രകടനമായി തന്നെ പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും പാർലമെന്റ് നടപടികൾ തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും പാർലമെന്റിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഇപ്പോഴും വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നത് എന്നതാണ്. ഇന്നും അതേ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉയരുക തന്നെ ചെയ്യും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. BJP എംപിമാരായ ഹേമന്ത് ജോഷി, അനുരാഗ് ഠാക്കൂർ, ബാൻസുരി സ്വരാജ് എന്നിവർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ കിരൺ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു മർദ്ദനം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ കൃത്യമായും ഉണ്ടാകും. നിലവിൽ ഇങ്ങനെയൊരു പരാതി നൽകുമ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ ദൃശ്യങ്ങളടക്കം ആവശ്യപ്പെടുമെന്നത് സ്വാഭാവികമായും BJP നേതാക്കൾക്ക് അറിവുള്ളതാകണം. അപ്പോൾ ഏത് നിലയിലാണ് ഈ പരാതിയെ നമ്മൾ കാണേണ്ടത്? കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെ ഒരു പരാതി നൽകുമോ എന്ന സംശയം. അതിനപ്പുറത്ത് ഈ പുറത്തെ പ്രതിഷേധങ്ങളിൽ നിന്ന് വാർത്താശ്രദ്ധ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഭിലാഷ്, ഈ വിഷയത്തിൽ എന്താണ് വസ്തുതയെന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. രണ്ട് കൂട്ടരും ഉന്നയിക്കുന്ന വാദങ്ങൾ അതിലേതാണ് ശരിയെന്ന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ വേണം. അല്ലെങ്കിൽ പാർലമെന്റിൽ സ്പീക്കർ തന്നെ ഇത് പരിശോധിച്ചിട്ട് ഈ വിഷയത്തിൽ ഇന്ന സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയണം. സാധാരണഗതിയിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട പാർലമെന്റിനുള്ളിലോ പാർലമെന്റ് പരിസരത്തൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ പോലീസ് കേസിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അത്തരം വിഷയങ്ങളൊക്കെ സ്പീക്കറുടെ അധികാര പരിധിയിൽപ്പെടുന്ന വിഷയങ്ങളായതുകൊണ്ട് സ്പീക്കർ തന്നെ പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കുകയാണ്. പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഏതെങ്കിലും ഭരണപക്ഷ MPയെ കായികമായി നേരിട്ടു അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളുടെ തല പൊട്ടി വരുന്ന രംഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സാരംഗിയുടെ ഒറീസയിൽ നിന്നുള്ള BJP MP സാരംഗിയുടെ തല പൊട്ടി പുറത്തു വരുന്ന രംഗമാണ് കണ്ടത്. അത് രാഹുൽ ഗാന്ധി മറ്റൊരു MPയെ പിടിച്ചു തള്ളിയെന്നും അദ്ദേഹം സാരംഗിയുടെ ദേഹത്ത് വന്നു വീണാണ് തല പൊട്ടിയതെന്നും ഒക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് ശരിയാണെങ്കിൽ അത്യന്തം ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തോടുള്ള അവഹേളനം എന്തൊക്കെ പറയാവുന്ന ഒരു കുറ്റം തന്നെയാണ്. ഇനി അതല്ല BJP ഇങ്ങനെ ഒരു കഥ മെനയുകയാണെങ്കിൽ അത് തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ഇന്നലെ അംബേദ്കർ വിഷയത്തിൽ പ്രതിപക്ഷമായിരുന്നു, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷമായിരുന്നു. ഒരു തരത്തിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു BJP നിന്നിരുന്നത്. BJP മറ്റ് അദാനി വിഷയം വന്നപ്പോഴോ സംഭാൽ വിഷയം വന്നപ്പോഴും ഒക്കെ കർഷക സമരം വന്നപ്പോൾ പോലും പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് മുന്നിൽ അവരെ തിരിച്ചാക്രമിച്ചുകൊണ്ട് നിന്ന BJPക്ക് പക്ഷേ അംബേദ്കർ വിഷയത്തിൽ പിഴവ് പറ്റിയെന്ന് BJP നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ വികാരമായി BJPക്കെതിരെ വരാനുള്ള സാധ്യത കൂടി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അംബേദ്കർ എന്ന് പറയാതെ ദൈവം എന്ന് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ അത് അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വൈകാരികമായ ഒരു വിഷയം കൂടിയായി ഇന്ത്യയിൽ അംബേദ്കറെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അംബേദ്കറെ വളരെ പ്രധാനപ്പെട്ട നേതാവായി കാണുന്ന വിമോചന പോരാളിയായിട്ടൊക്കെ കാണുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ആ തരത്തിൽ കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതെല്ലാം BJP തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാടകമാണ് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണമുണ്ട്. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും നമുക്ക് ഇതിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് പുറത്തു നിൽക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല. ഇത് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ വെച്ചാണ്. രണ്ടു കൂട്ടരും പറയുന്നു തങ്ങളെ പരസ്പരം ആക്രമിച്ചു എന്നുള്ള വിഷയം രണ്ടു കൂട്ടരും പ്രധാനമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയും ഇന്ന് അവകാശ ലംഘന നോട്ടീസ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ BJP MPമാരുടെ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞിരുന്നു BJP രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷ MPമാർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ഉയർത്തുന്നു. സ്വാഭാവികമായും ഈ പ്രതിഷേധം പാർലമെന്റിനുള്ളിലേക്കും വരും. ഇത്തവണ കണ്ട അത്യസാധാരണമായ ഒരു സംഭവം. സാധാരണഗതിയിൽ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ എപ്പോഴും പ്രതിപക്ഷമാണ് ബഹളം വെക്കുന്നത്. ഭരണപക്ഷം ബഹളം വെച്ച് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ അത്യപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ ലോക്സഭയിലല്ല രാജ്യസഭയിലാണെന്ന് ഓർക്കണം. രാജ്യസഭ സാധാരണഗതിയിൽ ലോക്സഭയേക്കാൾ കുറെ കൂടി ഇത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ആ രാജ്യസഭയിൽ ഇത്തവണ സോണിയാഗാന്ധിക്ക് അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധമുണ്ടെന്ന വിഷയം ഉയർത്തിക്കൊണ്ട് ജോർജ് സോറസിന്റെ മാധ്യമ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പിലാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇന്ത്യക്കും BJPക്കുമെതിരെ നീക്കങ്ങൾ നടത്തുന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷ MPമാർ തന്നെ വലിയ ബഹളം ഉയർത്തുകയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയും അതേ തുടർന്ന് പാർലമെന്റ് പിരിയേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി, നിർത്തിവെക്കേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ അവസ്ഥയാണ് ഉയർന്നത്. ഒരു ഭാഗത്ത് ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണം, രാജിവെക്കണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷം, മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിക്കൊണ്ട് ഭരണപക്ഷം. അത്തരം പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലാവും അല്പസമയത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ചേരുക. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം ആണ് ഇന്ന്. സഭാ സമ്മേളനം ആരംഭിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരുസഭകളും സമ്മേളിക്കും. എന്നാൽ ഇന്നും
പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമായി തന്നെ സഭയ്ക്കുള്ളിൽ പ്രകടമാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നേരത്തെ വിജയ് ചൗക്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് എത്തിയിരുന്നു. അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആണ് പാർലമെന്റിലേക്ക് പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ അംബേദ്കറിന്റെ ചിത്രങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അമിത്ഷാ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ആണ് വിജയ് ചൗക്കിൽ കണ്ടത്. അവിടെ നിന്ന് പ്രതിഷേധവുമായാണ് പ്രതിപക്ഷ ബ്ലോക്ക്, ഇന്ത്യ ബ്ലോക്ക് ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത്.